കഴിഞ്ഞ ദിവസം 8-ാം ശ്ലോകമാണ് നമ്മൾ വിശകലനം ചെയ്തത്. അതിൽ പറഞ്ഞത് ദ്രോണാചാര്യർ, ഭീഷ്മർ, കർണർ, കൃപർ അങ്ങനെ തുടങ്ങിയ തൻ്റെ പക്ഷത്തുള്ള ദുര്യോധന പക്ഷത്തുള്ള മഹാരഥന്മാരെക്കുറിച്ചുള്ളൊരു ലിസ്റ്റ് ഇങ്ങനെ ദുര്യോധനൻ ദ്രോണരെ പറഞ്ഞ് കേൾപ്പിക്കുന്നതായിട്ടായിരുന്നു. അത് എങ്ങനെയാണെന്നുള്ളതൊക്കെയാണ് കഴിഞ്ഞാണ് നമ്മൾ പറഞ്ഞത്. ഇനി അതിൻ്റെ തുടർച്ചയായിട്ട് 9-ാമത്തെ ശ്ലോകത്തിലേക്ക് വരികയാണ്. 9-ാമത്തെ ശ്ലോകം വരുമ്പോൾ പിന്നീട് ദുര്യോധനൻ തൻ്റെ സേനയിലുള്ള ആരുടെയും പേരുകളൊന്നും എടുത്ത് പറയാതെ മൊത്തത്തിൽ എല്ലാവരും ശൂര വീരപരാക്രമികളാണ് എന്ന് പറഞ്ഞിട്ട് ഒരു മൊത്തത്തിൽ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. അല്ലാതെ പ്രത്യേകിച്ച് പിന്നെ ആരുടെയും പേരൊന്നും എടുത്ത് പറയുന്നില്ല. അപ്പോൾ അതാണ് 9-ാമത്തെ ശ്ലോകം. നമുക്ക് ആ 9-ാമത്തെ ശ്ലോകം ഒന്ന് കേൾക്കാം. അന്യേ ച ബഹവഃ ശൂരാ മദർത്ഥേ ത്യക്തജീവിതാഃ നാനാശസ്ത്രപ്രഹരണാസ് സർവേ യുദ്ധവിശാരദാഃ. പിന്നെ പൊതുവായിട്ടാണ് ദുര്യോധനൻ ആരുടെ പേരെടുത്തൊന്നും പറഞ്ഞില്ല, പൊതുവായിട്ടാണ് പറഞ്ഞത്. പക്ഷേ ഇവിടെ ദുര്യോധനന് വീണ്ടും നാക്കുപിഴച്ചു. എന്താണ് പറഞ്ഞത് ദുര്യോധനൻ? ഇവിടെ പറഞ്ഞിരിക്കുന്ന തുടക്കത്തിൽ തന്നെ പറഞ്ഞത് എന്താണെന്നറിയോ? മദർത്ഥേ ത്യക്ത ജീവിത എന്നാണ്. മദർത്ഥേ ത്യക്ത ജീവിതാഹ എന്നാണ് പറഞ്ഞത്. ആ ശ്ലോകത്തിൻ്റെ ആദ്യ ചരണം അവസാനിക്കുന്നത് മദർത്ഥേ ത്യക്ത ജീവിതാഹ. ആ പ്രയോഗത്തിൻ്റെ അർത്ഥം എന്താണ്? അതായത് എനിക്ക് വേണ്ടി ജീവൻ ഒഴിഞ്ഞു വച്ചവരാണ് ഈ പിന്നെയുള്ളവരെല്ലാം. നോക്കിക്കോ, അവിടെയും നാക്ക് പിഴച്ചു. എന്നെ വിജയിപ്പിക്കാൻ വേണ്ടി വന്നവർ എന്നാണ് പറയേണ്ടിയിരുന്നത്. അതാണല്ലോ ഇവരെല്ലാം ഈ ശൂരവീര പരാക്രമികളായ രാജാക്കന്മാർ ഇത്രയും 11 അക്ഷൗഹിണിയിലൂടെ നിരന്നിരിക്കുന്നത് ഈ ശൂരവീര പരാക്രമികളാണല്ലോ. അപ്പോൾ അവരെല്ലാം എന്നെ ജയിപ്പിക്കുമെന്നല്ലേ പറയേണ്ടത്. അതിനു പകരം പറഞ്ഞത് എന്താ? അവരെല്ലാം ജീവൻ ഒഴിഞ്ഞു വെച്ച്, അതായത് ആത്മഹത്യക്ക് തയ്യാറായി വന്ന പോലെ സ്വന്തം ജീവൻ ത്യജിക്കാൻ, മരിക്കാൻ തയ്യാറായി വന്ന് നിൽക്കുന്നവർ എന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെയാണ് ഒരാളെ പരിചയപ്പെടുത്തുന്നത്. എനിക്ക് വേണ്ടി മരിക്കാൻ വന്ന ആളുകൾ ഇതാണ് നിൽക്കുന്നു. അപ്പം അത് തന്നെ സ്വന്തം പരാജയത്തെ വാക്കുകളിലൂടെ ദുര്യോധനൻ വീണ്ടും വീണ്ടും പറയുകയാണ്. എന്നിട്ട് 2-ാമത്തെ ചരണത്തിലാണ് പറയുന്നത് ഇവരെല്ലാം പല വിധങ്ങളായ ആയുധങ്ങൾ ഉപയോഗിക്കാൻ കഴിവുള്ളവരാണ്, അത്ര നിപുണന്മാരാണ് എന്നൊക്കെ 2-ാമത്തെ വിശേഷണത്തിൽ ഇതൊക്കെ പറയുന്നു. പക്ഷെ പറഞ്ഞിട്ടെന്ത് കാര്യം? തുടക്കത്തിൽ പറഞ്ഞത് ആദ്യത്തെ നാക്കുപിഴ വന്നത് എന്താ? ഇവരെല്ലാം ചാവാൻ വന്ന് നിൽക്കുന്നവരാണെന്നാണ്. അതാണ് ഈ കൗരവ പാണ്ഡവ യുദ്ധത്തിൻ്റെ പരിസമാപ്തി എങ്ങനെയായിരിക്കുമെന്ന് സൂചനകൾ നൽകുന്ന ചില വരികൾ ഈ ഭഗവത്ഗീതയിലൂടെ നമുക്ക് കണ്ടെത്താൻ കഴിയുന്നത്, നമുക്ക് ബോധ്യമാകുന്ന കുറേ വരികൾ. അതാണ് ഈ 9-ാമത്തെ ശ്ലോകത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന പ്രധാനമായ കാര്യം അതാണ്. അടുത്തത് 10-ാമത്തെ ശ്ലോകം. 10-ാമത്തെ ശ്ലോകം നമുക്കൊന്ന് കേൾക്കാം. അപര്യാപ്തൻ തദസ്മാകം ബലം ഭീഷ്മാഭിരക്ഷിതം പര്യാപ്തൻ ത്വിദമേതേഷാം ബലം ഭീമാഭിരക്ഷിതം. 10-ാമത്തെ ശ്ലോകത്തിലേക്ക് വരുമ്പോൾ വീണ്ടും നാക്കുപിഴച്ചു. അതെന്താണ്? 10-ാമത്തെ ശ്ലോകത്തിൽ ദുര്യോധനൻ പറയുന്നത് നമ്മുടെ സൈന്യം അപര്യാപ്തം എന്നാണ്. അപര്യാപ്തം എന്നൊരു വാക്ക് പ്രയോഗിച്ച് കളഞ്ഞു ദുര്യോധനൻ. നമ്മുടെ സൈന്യം അപര്യാപ്തത്തിന് 2 അർത്ഥമുണ്ട്. ഒന്ന്, അളക്കാൻ പറ്റാത്ത അത്ര എന്ന് വേണമെങ്കിൽ പറയാം. അതേസമയം പോരാത്തത്, അപര്യാപ്തമാണ്, പോരാത്തത് എന്നുള്ളത്, തികയാത്തത് എന്നും അർത്ഥമുണ്ട്. അപ്പോൾ ഇവിടെ അതാണ് ഈ 2 അർത്ഥങ്ങൾ വരുമ്പോൾ ഇതിലേത് വേണമെങ്കിലും നാക്കുപിഴയിൽ വന്നുപെടാം. അപ്പോൾ ഇത്രയും അളവറ്റ സൈന്യം എന്ന് പറയുന്ന ആ വാക്ക് വേറെ എത്രയോ വാക്കുകളുണ്ടായിട്ട് പോലും കയറി പ്രയോഗിച്ചത് അപര്യാപ്തം എന്നാണ്.
അതിനങ്ങനെ അളവറ്റത് എന്ന അർത്ഥമുണ്ടെങ്കിൽ പോലും പൊതുവിൽ അപര്യാപ്തം എന്നുള്ളത് പ്രയോഗത്തിലുള്ളത് തികയാത്തത് എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ അതൊരു നാക്കുപിഴ. പിന്നെ ഇവിടെ നോക്കേണ്ട ഒരു കാര്യം, ഈ കൗരവ പാണ്ഡവ പക്ഷത്ത് നിൽക്കുന്ന സൈന്യങ്ങളുടെ അളവ് പ്രത്യേകം പറയുന്നുണ്ട്. അത് മുൻപ് യുദ്ധം ആരംഭിക്കുമ്പോൾ തന്നെ അതിനെക്കുറിച്ചുള്ള വിശകലനങ്ങളൊക്കെ കേൾക്കാം. അതെന്താണ്? കൗരവപക്ഷത്ത് 11 അക്ഷൗഹിണികളാണ് നിരന്നിരിക്കുന്നത്. 11 അക്ഷൗഹിണി. അക്ഷൗഹിണി എന്നാണ് ഓരോ സൈന്യവ്യൂഹത്തിനും പറയുന്നത്. ഓരോ അക്ഷൗഹിണിക്ക് പിന്നീടുമുണ്ട് ഒരുപാട് വിശദീകരണങ്ങൾ. എത്ര ആന, എത്ര കുതിര, ഇതെല്ലാം ആയിരക്കണക്കിന്, 10,000-കണക്കിന്, ലക്ഷക്കണക്കിനാണ്. ഇത്ര കാലാൾമാർ എന്നൊക്കെ പറഞ്ഞ രീതിയിലുള്ള വലിയ ഇത്ര അമ്പ് എയ്യുന്നവർ ഇത്ര, അല്ലെങ്കിൽ ഗത യുദ്ധം നടത്തുന്നവർ ഇത്ര, അങ്ങനെ വലിയൊരു കണക്കുണ്ട്. ഓരോ അക്ഷൗഹിണിക്കും ഓരോ കണക്കുണ്ട്. അപ്പം അങ്ങനെയുള്ള 11 അക്ഷൗഹിണിയാണ് കൗരവപക്ഷത്തുള്ളത്. അതേസമയം പാണ്ഡവപക്ഷത്ത് വെറും 8 അക്ഷൗഹിണിയേ ഉള്ളൂ. 3 അക്ഷൗഹിണി കുറവാണ് അവർ. അപ്പം യഥാർത്ഥത്തിൽ അപര്യാപ്തം എന്ന് പറയേണ്ടത് പാണ്ഡവപക്ഷത്തെ സൈന്യത്തിൻ്റെ കാര്യത്തിലാണ്. പക്ഷെ കഷ്ടപ്പെട്ട കാലത്ത് ദുര്യോധനൻ കയറി പറഞ്ഞത് തങ്ങൾക്ക് ഈ 11 ഉണ്ടെങ്കിലും അപര്യാപ്തം എന്നുള്ള വാക്കുകൊണ്ട് അവരത്രയും 8നോട് കിടപിടിക്കാൻ പറ്റുന്നതല്ല എന്നുള്ള ഒരു ധ്വനി അതിനകത്ത് കയറി വന്നു. ഇതാണ് ഈ നാക്കുപിഴയുടെ ഇത് വരുന്നത്. മാത്രമല്ല 8 അക്ഷൗഹിണി ഉള്ള പാണ്ഡവരോട് നമ്മുടെ 11 അക്ഷൗഹിണിയുള്ള കൗരവപടയ്ക്ക് പിടിച്ചു നിൽക്കാനുള്ള കെൽപ്പുണ്ടാവില്ല എന്ന് തോന്നുന്ന തരത്തിലും ഇത് വ്യാഖ്യാനിക്കാം. മാത്രമല്ല ആ ശ്ലോകത്തിൻ്റെ അവസാനത്തിൽ പറയുന്നത്, അതായത് 2ാം ഭാഗത്ത് പറയുന്നത് തങ്ങളുടെ ആ ഭാഗത്ത് നിന്നുകൊണ്ട് പറയുമ്പോൾ രണ്ടാമത് പറയുന്നത് പര്യാപ്തം എന്നാണ്. അതായത് ചുരുങ്ങിയത് എന്നായിപ്പോയി. പര്യാപ്തം എന്ന് പറയുമ്പോൾ അതിന് ചുരുങ്ങിയത് എന്നൊരർത്ഥമുണ്ട്. അതേസമയം പര്യാപ്തം എന്നുള്ളതിന് മതിയായത് എന്ന് വേണമെങ്കിലും അർത്ഥമെടുക്കാം. ഇതാണ് ഈ ഉപയോഗിച്ച വാക്കിന് 2 തരത്തിൽ വിപരീത അർത്ഥങ്ങളായിപ്പോയി. അതാണ് ഈ കാലക്കേടെന്ന് പറയുന്നത്. അപ്പം ഈ കാലക്കേടിന് ഈ 2 തരത്തിൽ വിപരീത അർത്ഥങ്ങൾ വരുന്ന 2 വാക്കുകൾ തുടക്കത്തിലെ ദുര്യോധനൻ അങ്ങ് ഉപയോഗിക്കുകയാണ്. ഈ നാക്കുപിഴയാണ് ഇതിൻ്റെ ആ അർത്ഥങ്ങൾ. നാക്കുപിഴ കൊണ്ട് മാറിപ്പോയ ഈ അർത്ഥങ്ങളാണ് പാണ്ഡവ കൗരവ യുദ്ധത്തിൻ്റെ പരിസമാപ്തി എങ്ങനെയായിരിക്കും എന്നൊക്കെ സൂചന ആദ്യമേ നൽകുന്നുവെന്ന് പറഞ്ഞതിൻ്റെ ഒരു കാര്യം. ഇനി നമുക്ക് 11ാമത്തെ ശ്ലോകം നോക്കാം. നമുക്ക് ഈ ശ്ലോകം കൂടെ ഈ കൂട്ടത്തിൽ ഒന്നിച്ച് ഒരു ബാച്ചായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടതാണ്. കാര്യം 9, 10, 11. കാര്യം അത് ഒരേ സ്വഭാവമുള്ളതും ഒരവസ്ഥയെ ചൂണ്ടിക്കാണിക്കുന്നതുമായതുകൊണ്ടാണ്. അപ്പോൾ 11ാമത്തെ ശ്ലോകം ഇനി കേൾക്കാം. അയനേഷു ച സർവേഷു യഥാഭാഗമവസ്ഥിതാഃ ഭീഷ്മമേവാഭിരക്ഷन्तु ഭവന്തഃ സർവ ഏവ ഹി. 11ാമത്തെ ശ്ലോകമാവുമ്പോഴേക്കും ദുര്യോധനൻ്റെ ആ ഭയം പുറത്തു വരുന്നുണ്ട്. അതാണ് ആ ശ്ലോകം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. ദുര്യോധനൻ്റെ ഉള്ളിലുള്ള ഭയം പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ദ്രോണരാണ് ഒരു വശത്ത് ശക്തനായി നിൽക്കുന്നത്, മറുവശത്ത് അപ്പുറത്ത് തൊട്ടടുത്ത് തന്നെ ഭീഷ്മർ നിൽപ്പുണ്ട്. ഭീഷ്മരാണ് പടയുടെ നായകൻ. ആദ്യഘട്ടത്തിലുള്ള അക്ഷൗഹിണിയെ നയിക്കുന്നത് ഭീഷ്മരാണ്, ആദ്യത്തെ സേനാനായകൻ. പിന്നെ ഗുരു ആയതുകൊണ്ടാണ് ദ്രോണാചാര്യരുടെ അടുത്ത് വന്ന് ഇങ്ങനെയൊക്കെ ദുര്യോധനൻ പറഞ്ഞത്. ആ സമയത്ത് വീണ്ടും ദുര്യോധനൻ പറയുന്നത് ആ ഭയത്തിൻ്റെ മൂർധന്യാവസ്ഥ എന്ന് വേണമെങ്കിൽ, മനസ്സിൻ്റെ, അതായത് ഉപബോധ മനസ്സിലാണ് ഈ ഭയം കിടക്കുന്നത്. ബോധമനസ്സിൽ ഇത്രയും വലിയ വാചകമൊക്കെ അടിച്ചെങ്കിലും ഉപബോധ മനസ്സിൽ, ദുര്യോധനൻ്റെ ഉപബോധ മനസ്സിൽ ഈ ഭയം കിടപ്പുണ്ട്. അത് വെളിവാക്കുന്നതാണ് ഈ 11ാമത്തെ ശ്ലോകം. എന്താണ് പറഞ്ഞത്? കാര്യമൊക്കെ ശരി, നിങ്ങളൊക്കെ അതാത് ശക്തിയായിട്ടൊക്കെ യുദ്ധം ചെയ്യും, എനിക്കറിയാം. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ കൊള്ളാം, നിങ്ങളെല്ലാവരും കൂടെ ആ ഭീഷ്മരെ സംരക്ഷിച്ചൊന്ന് നിർത്തണം. അതായത് ഭീഷ്മർക്കൊന്നും പറ്റാതെ ഭീഷ്മരെ ചുറ്റും നിന്ന് നിങ്ങളൊന്ന് സംരക്ഷിക്കണം. അതിന് വേണ്ട കാര്യങ്ങളാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്. നോക്കൂ, ഒരു യുദ്ധത്തിൽ
നിങ്ങൾ മുന്നേറി യുദ്ധം ചെയ്ത് ശത്രുക്കളെ കീഴടക്കണം എന്ന് പറയുന്നതിന് പകരം ഭീഷ്മരാകുന്ന സേനാനായകനെ ചുറ്റും നിന്ന് അപ്പം ഡിഫെൻഡിങ് ആണ് ദുര്യോധനൻ ആദ്യമേ പ്രയോഗിക്കുന്ന ആ ഒരു പദം. ഡിഫെൻഡിങ് ആണ്, അറ്റാക്കിംഗ് അല്ല. ഒരു യുദ്ധത്തിൽ ഏറ്റവും വേണ്ടത് അറ്റാക്കിംഗ് ആണ്, ശക്തമായ ഒരു അറ്റാക്കാണ് വേണ്ടത്. പക്ഷെ ദുര്യോധനൻ ഭയം മൂലം ഡിഫെൻഡിങ്ങിലേക്ക് മാറുകയാണ്. തുടക്കത്തിൽ യുദ്ധം തുടങ്ങിയിട്ടില്ല, യുദ്ധം തുടങ്ങി ഒരു ഘട്ടത്തിലെത്തുമ്പോൾ ചിലപ്പോൾ ഡിഫെൻഡിങ് ആവശ്യം വരും. അതെല്ലാ യുദ്ധതന്ത്രങ്ങളിലുമൊക്കെ ഉണ്ട്. പക്ഷെ ഇവിടെ യുദ്ധമേ തുടങ്ങിയിട്ടില്ല. തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ദുര്യോധനൻ പറയുന്നത് ഡിഫെൻഡിങ്ങിനാണ്. അതായത് ഭീഷ്മരെ സംരക്ഷിച്ച് ഡിഫെൻഡ് ചെയ്ത് അവരിങ്ങോട്ട് കയറി വരാതെ നോക്കിയാൽ മതി. അല്ല, നിങ്ങൾ അങ്ങോട്ട് കയറിയൊന്നും ആദ്യമേ അടിച്ച് കുഴപ്പമുണ്ടാക്കണ്ട, അവരെ അങ്ങ് നമ്മുടെ ഈ സേന ശിഥിലമാക്കണ്ട. അപ്പോൾ ദുര്യോധനൻ്റെ ആ ഭയം നോക്കൂ. എല്ലാവരും കൂടെ എനിക്ക് ചുറ്റും വന്ന് നിന്നോ എന്ന് പറയുന്ന പോലത്തെ ഒരു തമാശയുണ്ടല്ലോ. നമ്മൾ പറയില്ല, പേടിയുള്ളവരെല്ലാം എൻ്റെ ചുറ്റും വന്ന് നിന്നോ എന്ന് പറയുമ്പോൾ പറയുന്നവനാണ് ആ പേടി എന്ന് പറഞ്ഞ ഒരു തമാശയുടെ ഭാഗമാണ് ഇവിടെയും ദുര്യോധനൻ ഭീഷ്മരെ സംബന്ധിച്ച് നമ്മുടെ ദ്രോണാചാര്യരോട് പറയുന്നത്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും വ്യൂഹദ്വാരങ്ങളിലും സ്ഥാനം പിടിച്ച് നിൽക്കും എങ്കിലും ഭീഷ്മനെ തന്നെ ചുറ്റും നിന്ന് നിങ്ങൾ രക്ഷിച്ചെടുക്കണേ. ഇതിലേക്കാണ് വളരെ കഷ്ടം തോന്നുന്നൊരവസ്ഥയിലേക്കാണ് ദുര്യോധനൻ പറഞ്ഞു വരുന്നത്. കണ്ടില്ലേ? അപ്പോൾ ആ ഒരു യുദ്ധത്തിൻ്റെ പരിസമാപ്തിയെ സൂചിപ്പിക്കുന്ന മുഴുവൻ കാര്യങ്ങളും ഓരോരോ ശ്ലോകത്തിനകത്തും ഈ ഭഗവത്ഗീതയിൽ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ 3 ശ്ലോകങ്ങളും നമ്മളിവിടെ ഇന്ന് പരിശോധിച്ചു. ഇനി കുറച്ച് ഗീതയെക്കുറിച്ച് ചില കാര്യങ്ങൾ കൂടെ പറഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ ഈ മനനം ചെയ്യൽ അവസാനിപ്പിക്കാം. അതായത് ഈ വേദങ്ങളും ഉപനിഷത്തുക്കളും പഠിക്കാൻ നല്ല ശ്രദ്ധയും അനുഷ്ഠാനങ്ങളും നിഷ്ഠയും വേണം. അതിനുള്ള യോഗ്യത നമുക്കുണ്ടായിരിക്കണം. അത് വളരെ പ്രധാനമാണ്. യോഗ്യത എന്നത് ഒരാൾ ഏത് കുലത്തിൽ അല്ലെങ്കിൽ ഏത് ജാതിയിൽ ജനിച്ചു എന്നതല്ല. അത് പ്രത്യേകം മനസ്സിലാക്കണം. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ പരക്കെ പ്രചരിപ്പിക്കുന്നുണ്ട്. അത് ശരിയല്ല. ഈ യോഗ്യത എന്ന് പറയുന്നത് ഏതെങ്കിലും കുലത്തിൽ ജനിക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ജാതിയിൽ ജനിക്കുന്നത് കൊണ്ടോ ഒന്നുമല്ല. പിന്നെയോ യോഗ്യത എന്നത് ഒരു ജ്ഞാനം അർഹിക്കാൻ നമ്മൾ സ്വയം നമ്മെ തന്നെ പരിപാകപ്പെടുത്തിയിട്ടുണ്ടോ എന്നതാണ്. അതാണ് പ്രധാനം. ഒരു ജ്ഞാനത്തെ, ഒരറിവിനെ സ്വീകരിക്കാനായിട്ട് നമ്മൾ സ്വയം പരിപാകപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മൾ തന്നെ പരിശോധിക്കേണ്ടത്. അതെങ്ങനെയാണ് പരിപാകപ്പെടുക? ഒരു ജ്ഞാനം നേടാൻ നമ്മൾ പരിപാകപ്പെടുന്നത് എങ്ങനെയാണ്? അത് നമ്മുടെ വാക്ക്, നമ്മുടെ പ്രവൃത്തി, നമ്മുടെ ചിന്ത എന്നിവയിലൂടെയാണ് ഇത് പരിപാകപ്പെടേണ്ടത്. നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ അത് വളരെ ഉയർന്ന തലത്തിലുള്ള വാക്കുകൾ, സംശുദ്ധമായ വാക്കുകളായിരിക്കണം. ഏറ്റവും മഹത്തരമായ വാക്കുകൾ മാത്രം. ആ വാക്ശുദ്ധി നമ്മിലുണ്ടായിരിക്കണം. അതേപോലെ പ്രവൃത്തി, നമ്മുടെ പ്രവൃത്തി ഉന്നതമായ ഒരവസ്ഥയെ നമ്മെ എത്തിക്കാൻ പര്യാപ്തമായ ഒരു പ്രവൃത്തിയായിരിക്കണം. അതേപോലെ ചിന്ത, നമ്മുടെ ചിന്ത ഉയർന്ന തലത്തിൽ നമ്മെ എത്തിക്കാൻ പര്യാപ്തമായ ചിന്തയായിരിക്കണം. അധമ ചിന്തയാകരുത് എന്നർത്ഥം. അല്ലെങ്കിൽ അധമ പ്രവൃത്തി ചെയ്യരുത് എന്നർത്ഥം. അല്ലെങ്കിൽ മോശപ്പെട്ട വാക്കുകൾ ഉപയോഗിച്ച് സംസാരിക്കരുത് എന്നർത്ഥം. ഈ 3 കാര്യങ്ങൾ സ്വയം നമ്മൾ പരിശീലനം നേടിക്കഴിഞ്ഞു എന്ന് ബോധ്യപ്പെട്ടാൽ നമ്മൾ പരിപാകപ്പെട്ടു എന്നാണ് അതിൻ്റെ അർത്ഥം. പക്ഷേ ഇത് ഗീതയെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ആവശ്യമില്ലെന്നാണ് ഗീതാകാരൻ തന്നെ പറയുന്നത്. ഏത് സാഹചര്യത്തിലാണ് ഗീത ചൊല്ലേണ്ടത് അല്ലെങ്കിൽ പഠിക്കേണ്ടത് എന്ന് ഗീതാകാരൻ തന്നെ പറയുന്നുണ്ട്. ഏതാണ് ആ സാഹചര്യം? പ്രത്യേകിച്ച് ഒരു സാഹചര്യവുമില്ല. ഏത് സാഹചര്യത്തിൽ വേണമെങ്കിലും ഗീത പഠിക്കാം.
അതിനുള്ള അനുവാദം തന്നിട്ടുണ്ട്. അതായത് നിങ്ങളുടെ മാനസിക അവസ്ഥ ശരിയല്ലെങ്കിൽ മറ്റുള്ള ഒരു ജ്ഞാനവും നിങ്ങളുടെ ഉള്ളിലേക്ക് കയറില്ല. എന്നാൽ ഗീത അങ്ങനെയല്ല. ഏതവസ്ഥയിലും നിങ്ങളെ അത് സഹായിക്കും. അതാണ് ഗീത പരിശീലിക്കണം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. അതുകൊണ്ടാണ് ഗീത നമ്മൾ മനസ്സിലാക്കണം, ഗീത ചൊല്ലണം, ഗീതയെക്കുറിച്ച് കൂടുതൽ അടുത്തറിയണം, ഗീത നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാകണം എന്ന് പറയുന്നത്. ഗീത നമ്മെ തന്നെ ഉയർത്തുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് അടുത്ത ശ്ലോകം അടുത്ത ദിവസം പരിശോധിക്കാം. ഗുരുഭ്യോ നമഃ.